ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ എൻ വാസുവും പുറത്തേക്കെന്ന് സൂചന. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും CPM നേതാവുമായ എൻ വാസുവിന്റെ ജാമ്യ ഹർജിയിൽ കൊല്ലം വിജിലൻസ് കോടതി നാളെ വാദം കേൾക്കും. റിമാൻഡിലായി 90 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ സ്വാഭാവിക ജാമ്യം തേടിയാണ് എൻ വാസു ഹർജി സമർപ്പിച്ചത്. കട്ടിളപ്പാളി കേസിൽ മാത്രമാണ് എൻ വാസു പ്രതിയായിട്ടുള്ളത്. വിവരങ്ങളുമായി മനോജ് ചേരുകയാണ്. മനോജ്, അങ്ങനെ എൻ വാസുവും പുറത്തേക്ക് വരുന്ന സാഹചര്യമാണല്ലോ കാണുന്നത്. തീർച്ചയായും നാളെ എൻ വാസുവിൻ്റെ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായും എൻ വാസുവിനും കോടതി ജാമ്യം അനുവദിച്ച് നൽകാനാണ് സാധ്യത. കാരണം ഇതിനു മുമ്പൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്, പ്രധാന പ്രതി ഉൾപ്പെടെ ജാമ്യം നേടി ജയിൽ മോചിതനാക്കുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യം ഒരുക്കിയത് മറ്റാരുമല്ല, SIT തന്നെയാണ്. SIT ഇടക്കാല കുറ്റപത്രം പോലും സമർപ്പിക്കാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും 90 ദിവസം റിമാൻഡ് കാലാവധി കഴിയുന്ന പ്രതികൾക്ക് ജാമ്യം അനുവദിച്ച് കിട്ടും. അതിപ്പോൾ എൻ വാസു ആയാലും അതോടൊപ്പം തന്നെ ഇനി പുറകെ വരാൻ പോകുന്ന പത്മകുമാർ ആയാലും ഇവർക്കൊക്കെ തന്നെ ജാമ്യം, സ്വാഭാവിക ജാമ്യം നാളെ പരിഗണിക്കും. അതേസമയം തന്നെ മറ്റൊരു കാര്യം, തന്ത്രിയുടെ ഈ ജാമ്യാപേക്ഷയിൽ ഇന്ന് മണിക്കൂറുകളോളമാണ് ഈ വാദം നീണ്ടത്. അതായത് അടച്ചിട്ട കോടതി മുറിയിൽ SIT, അതായത് നേരത്തെ തന്നെ SIT തന്ത്രിക്കെതിരെ നീണ്ടത്. അതായത് അടച്ചിട്ട കോടതി മുറിയിൽ SIT, അതായത് നേരത്തെ തന്നെ SIT തന്ത്രിക്കെതിരെ, തന്ത്രിയുടെ ജാമ്യാപേക്ഷയ്ക്കെതിരെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. എന്തായാലും പ്രതിഭാഗം വാദം ഇന്ന് പൂർത്തിയായി എന്നുള്ളതാണ്. അതായത് ഇത്രയും മണിക്കൂറുകൾ കൊല്ലം വിജിലൻസ് കോടതി മുറിക്കുള്ളിൽ തന്ത്രിയുടെ ജാമ്യാപേക്ഷകളിലെ വാദമായിരുന്നു. ഇനി നാളെയും തുടരും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതായത് നാളെ വൈകിട്ട് 3 മണിയോടുകൂടി വീണ്ടും ഇതിൽ വാദം കേൾക്കും. ഈ പ്രോസിക്യൂഷൻ വാദം ഉൾപ്പെടെ കേൾക്കും. 2 ജാമ്യ ഹർജികളും കോടതി പരിഗണിക്കുന്നുണ്ട്. എന്തായാലും തന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ആചാരപരമായിട്ടുള്ള കാര്യങ്ങളിലല്ലാതെ മറ്റ് അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളിൽ ഒന്നും ഇടപെടൽ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഈ പ്രതിഭാഗം വാദം. ഇതിൽ വാദത്തിന് ഉദാഹരണമായി തന്നെ വൈക്കം ക്ഷേത്രത്തിലെ ചില കോടതി ഉത്തരവുകളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ വാദം തുടർന്നത്. അതായത് വൈക്കം ക്ഷേത്രത്തിൽ അവിടെ ഉണ്ടായിരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുമായോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ പ്രവർത്തനങ്ങളിൽ അവിടെയുള്ള തന്ത്രി ഇടപെട്ടപ്പോൾ അത്തരങ്ങളിലുള്ള കാര്യങ്ങളിൽ തന്ത്രിക്ക് ഇടപെടാൻ പാടില്ല എന്ന് കോടതി ഉത്തരവുണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് തന്ത്രിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ സാധിക്കില്ല എന്നുള്ള ഒരു കാര്യം മുന്നോട്ട് വെച്ചത്, അത് ഈ വാദത്തിൽ പ്രതിഭാഗം ഉന്നയിച്ചത്. എന്തായാലും പ്രോസിക്യൂഷൻ അതിനെ ഇനി അടുത്ത ദിവസം എതിർക്കുമോ എന്നുള്ളത് തന്നെയാണ് നമുക്ക് സ്വാഭാവികമായും നോക്കിക്കാണേണ്ടത്. കാരണം SIT റിപ്പോർട്ടിൽ ഉൾപ്പെടെ പറയുന്നത് തന്ത്രിക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ടെന്നും മറ്റ് ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് എന്നൊക്കെയാണ്. അതോടൊപ്പം തന്നെ തന്ത്രിയുടെ ആരോഗ്യ നിലയിൽ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളില്ല എന്നും SIT റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്തായാലും നാളെ ഈ വാദം തുടരുകയാണ്. അതേസമയം തന്നെ മറ്റുള്ള പ്രതികളും KS ബൈജു ഉൾപ്പെടെയുള്ള പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നുണ്ട് വരുന്ന ദിവസങ്ങളിൽ. അവർക്കും ജാമ്യം അനുവദിച്ച് കിട്ടാനാണ് സാധ്യത. നിലവിലിപ്പോൾ ആദ്യഘട്ടത്തിൽ അറസ്റ്റിലായ CPM അനുഭാവികളായിട്ടുള്ള പ്രതികളുണ്ട്. N വിജയകുമാർ, അതോടൊപ്പം തന്നെ എൻ വാസു, പത്മകുമാർ അടക്കമുള്ള പ്രതികൾ. ഇവർക്കൊക്കെ ജാമ്യം കിട്ടുന്ന ഒരു സാഹചര്യം അത് നിൽക്കുമ്പോഴാണ് ഈ തന്ത്രിയുടെ ജാമ്യ ഹർജിക്കെതിരെ SIT നീങ്ങുന്നത്. എന്തായാലും തന്ത്രിക്ക് മാത്രമായി എന്നുള്ള ചോദ്യമൊക്കെ ശശികല ടീച്ചർ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി ശശികല ടീച്ചർ, ഇന്ന് കോടതിയിൽ ഉണ്ടായ പ്രധാനപ്പെട്ട ഒരു നീക്കം എന്ന് പറയുന്നത് ഈ സ്വർണ്ണപ്പാളികളിൽ വീണ്ടും പരിശോധന നടത്താൻ പോകുകയാണ്, ഈ സാമ്പിൾ അയക്കാൻ പോകുകയാണ് ഭാഭ ആറ്റോമിക് റിസർച്ച് സെന്ററിലേക്ക്. മറ്റൊന്ന്, കൊടിമരത്തിൻ്റെ പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കാൻ പോകുകയാണ്. എങ്ങനെയാണ് ഈ സാഹചര്യത്തെ കാണുന്നത്? ഈ അന്വേഷണം നീട്ടിക്കൊണ്ടുപോകാനുള്ള ഏതെങ്കിലും വിധത്തിൽ ബോധപൂർവമായൊരു നീക്കം സംശയിക്കണോ? ഒരു മെഗാ സീരിയൽ അണിഞ്ഞൊരുങ്ങുന്നു എന്ന് തന്നെയാണ് ബോധ്യപ്പെടുന്നത്. കാരണം മെഗാ സീരിയൽക്കൊന്നും തുടക്കം മാത്രമല്ലേ ഉള്ളൂ, അവസാനമില്ലല്ലോ. അതിങ്ങനെ പോവുമല്ലേ. അതേപോലെ തന്നെ ഇത് ഒരു മെഗാ സീരിയലിന്റെ മാതിരി എല്ലാ ദിവസവും കുറേശ്ശെ വാർത്താ മാധ്യമങ്ങളിലൂടെ ഭക്തർക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ ഒരു അവസരം ഉണ്ടാക്കി അങ്ങനെ പോവുക എന്നതിൽ കവിഞ്ഞ് മറ്റൊന്നും സംഭവിക്കുന്നില്ല. സംഭവിക്കുന്നത് അങ്ങോട്ട് പോയവരൊക്കെ അതേ വേഗതയിൽ തിരിച്ച് ഇങ്ങോട്ട് തന്നെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതാണ് ഇപ്പൊ നമ്മള് പാസ് അടക്കമുള്ളവർ പുറത്തു വരും എന്നൊക്കെ പറയുമ്പോൾ ഇതൊരു മെഗാ സീരിയലിന്റെ ആ തലത്തിലേക്ക് ഇപ്പൊ ഭക്തരും കാണുന്നത് അങ്ങനെയാണ് തോന്നുന്നത്. ഒരു കഥ കേൾക്കുന്നൊക്കെ ഒരു തലത്തിലേക്ക് ഇത് മാറിപ്പോയോ എന്നൊരു സംശയം. ഇത് വളരെ, കാരണം ഇനിയിപ്പോ ഇതുവരെ പരിശോധന നടത്തി അതിന്റെ റിസൾട്ട് വന്ന് അപ്പോഴും കുറ്റപത്രം സമർപ്പിക്കില്ല. ഈ പെട്ട ഒരു പ്രതി പോലെ 90 ദിവസം കഴിഞ്ഞാൽ സ്വാഭാവിക ജാമ്യം കൊടുക്കുക. അതുകൊണ്ട് തന്നെ അവിടെ ചെന്നപ്പെട്ട ഒറ്റ പ്രതി പോലും ജാമ്യം കിട്ടാതിരിക്കില്ല. അപ്പോ ഇതൊരു വല്ലാത്തൊരു ദുരവസ്ഥ തന്നെയാണ്. ഇതിൽ ആരൊക്കെയാണ് കളിക്കുന്നത് എന്ന് മാത്രമാണ് ഇപ്പൊ നമുക്ക് സംശയമുള്ളത്. പ്രതികൾ ഏതായാലും പ്രതികൾ ആയവരും ആക്കപ്പെട്ടവരോ, കാരണം ഒരുപക്ഷെ ഇവരെ കൃത്യമായി നിശ്ചയിച്ചിട്ട് ആക്കിയിട്ടുണ്ടാവുക. അപ്പൊ ഇവരൊക്കെ ഇവർക്ക് അസാമാന്യമായ പിടിപാടുള്ളവരാണ്.
കാരണം അവർക്ക് വേണ്ടി എവിടെയൊക്കെയോ വേണ്ടുന്ന വിധത്തിലുള്ള കളി നടക്കുന്നുണ്ട് എന്നത് ഉറപ്പാണ്. അല്ലെങ്കിൽ ഇത്രയും പ്രമാദമായ ഒരു കേസിൽ ഇങ്ങനെ സുഖമായി അവർക്ക് ജാമ്യം നേടി ഇറങ്ങി പോരാൻ സാധിക്കില്ല. ഇനിയിപ്പോ നമുക്ക് മാറ്റാനായിട്ട് അവിടുന്ന് പരിശോധന കഴിഞ്ഞാൽ പറ്റിയില്ലെങ്കിൽ വീണ്ടും മറ്റൊരു ഘട്ടത്തിലേക്ക് അവസാനം കേസ് തേഞ്ഞു മാഞ്ഞു പോയി ഭക്തരുടെ മനസ്സിൽ നിന്ന് പോലും ഇത് വരുന്ന മാഞ്ഞു പോകുന്ന ഒരു ദുരവസ്ഥ ഉണ്ടാക്കാനാണ് ഇപ്പോൾ എല്ലാവരും പരിശ്രമിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ. എല്ലാവരും ഇതിനെ അടിവരയിടേണ്ട ഒരവസ്ഥയുണ്ട് ഇപ്പോൾ. വളരെയധികം നന്ദി ശ്രീമതി ശശികല ടീച്ചർ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. രേഷ്മ ബാബു ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. രേഷ്മ, ഇത് ഒരു മെഗാ സീരിയലിന്റെ ലക്ഷണമാണ് ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് കാണുന്നത് എന്നാണ് ശശികല ടീച്ചർ പ്രതികരിച്ചത്. യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെ കരുതാവുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അന്വേഷണം എവിടെയും എത്തുന്നില്ല. ഓരോ ദിവസവും കോടതിയിൽ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കുറ്റപത്രം സമർപ്പിക്കാതെ ഈ അന്വേഷണം നീട്ടിക്കൊണ്ടു പോകാനാണ് യഥാർത്ഥത്തിൽ സർക്കാരിന്റെ ശ്രമം എന്ന് സംശയിക്കേണ്ടി വരില്ലേ? അതേ നിലമ, ഇടക്കാല കുറ്റപത്രമെങ്കിലും നൽകിയിരുന്നുവെങ്കിൽ ഈ കേസിലെ മുഖ്യപ്രതികൾ പുറത്തു പോകുന്ന, സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തു പോകുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാമായിരുന്നു. പക്ഷേ അത്തരമൊരു നടപടിയോ നീക്കമോ ഒന്നും തന്നെ SITയുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. SIT പകരം ലാഘവത്തോടുകൂടി തന്നെ ഈ അന്വേഷണം ഇഴച്ചു കൊണ്ടുപോയി എന്ന് വേണം പറയാനായിട്ട്. കാരണം മുഖ്യപ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങി, മുരാരി ബാബു പുറത്തിറങ്ങി, സുധീഷ് കുമാർ പുറത്തിറങ്ങി, അങ്ങനെ നിരവധി മുഖ്യപ്രതികളായിട്ടുള്ള എല്ലാവരും തന്നെ പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യം. N വാസു ആണെങ്കിൽ ഈ 90 ദിവസം കഴിഞ്ഞു എന്നതിന്റെ അടിസ്ഥാനത്തിൽ ജാമ്യാപേക്ഷ നൽകിയിട്ടുമുണ്ട്. ആ സ്വാഭാവിക ജാമ്യത്തിന് തനിക്ക് അർഹതയുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാദം. ഇനി പത്മകുമാറാണ്. പത്മകുമാറിനും ഈ 90 ദിവസം പൂർത്തിയാകുന്ന വേളയിൽ സ്വാഭാവിക ജാമ്യം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബന്ധപ്പെട്ട കോടതിയെ സമീപിക്കാനും സാധിക്കും. ഈ സ്വാഭാവിക ജാമ്യത്തിന് അർഹത ഉണ്ടാകുന്നത് ഈ 90 ദിവസം പിന്നിടുന്ന ഘട്ടത്തിൽ പോലും കുറ്റപത്രം സമർപ്പിക്കാത്ത ഒരു സാഹചര്യത്തിലാണ്. അത്തരം ഒരു ഘട്ടത്തിൽ സ്വാഭാവിക ജാമ്യത്തിന് സ്റ്റാറ്റ്യൂട്ടറി ബെയിലിന് അവകാശമുണ്ടാകും പ്രതിക്ക്. ആ ഒരു വാദം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് ഈ പ്രതികളൊക്കെ തന്നെ ജാമ്യാപേക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കോടതിയെ സമീപിച്ചത്. ഇനി ഈ ഒരു വീണ്ടും പാളികൾ സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ച് അതിന്റെ ശാസ്ത്രീയ പരിശോധനാ ഫലം ലഭിച്ചതിന് ശേഷം കുറ്റപത്രം തയ്യാറാക്കാനായിട്ടാണ് SIT സംഘത്തിന്റെ നീക്കമെങ്കിൽ എല്ലാ പ്രതികളും പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യം അതിന് വഴിയൊരുക്കുക തന്നെ ചെയ്യും. കാരണം ഇടക്കാല കുറ്റപത്രം ഇതുവരെ തയ്യാറാക്കിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അന്തിമമായിട്ടൊരു കുറ്റപത്രം നൽകിക്കൊണ്ട് അങ്ങനെ ഒരു നീക്കത്തിലേക്കാണ് SIT സംഘം ശ്രമിക്കുന്നത്. പക്ഷേ നേരത്തെ SIT സംഘം ഹൈക്കോടതിയിൽ പറഞ്ഞ ഒരു കാര്യത്തിൽ ഏറെ പ്രസക്തിയുണ്ട്. കാരണം ഈ VSSൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഫലം അത് കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പ്രതികളൊക്കെ തന്നെ വിചാരണ ഘട്ടത്തിൽ അവർക്ക് അനുകൂലമായിട്ട് ചില സാധ്യതകളൊക്കെ തന്നെ അതിലുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് രണ്ടാമതൊരു സാമ്പിൾ ശേഖരണവും ഈ നേരത്തെയുള്ള സംശയങ്ങൾ ബലപ്പെടുത്തുന്ന തരത്തിൽ അതിനെ സാധൂകരിക്കുന്ന ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനാ ഫലം വേണമെന്നും തങ്ങൾ ആവശ്യപ്പെടുന്നതെന്നാണ് SIT ഒരു മിനിറ്റ് ഒന്ന് തുടരുക. ഇപ്പോൾ അഡ്വക്കേറ്റ് അനിൽ വിളയിൽ VHP സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് അനിൽ വിളയിൽ, ഇന്ന് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് SIT ചില ഇടപെടലുകൾ നടത്തി. ഇപ്പോൾ ഭാഭ ആറ്റോമിക് റിസർച്ച് സെന്ററിലേക്ക് ഈ സാമ്പിളുകൾ അയക്കാൻ പോകുകയാണ്. VSSയിൽ നടത്തിയ പരിശോധനയിൽ കാര്യമായ ഫലമൊന്നും ലഭിച്ചില്ല. വീണ്ടും സാമ്പിൾ പരിശോധനയ്ക്ക് അയക്കുന്നു. എങ്ങനെയാണ് ഈ വിശേഷത്തെ നോക്കിക്കാണുന്നത്? പ്രാധാന്യമുള്ള രണ്ട് സ്ഥാപനങ്ങളാണ് VSSയും ബാർക്കും. VSSയിലെ ശാസ്ത്രജ്ഞന്മാരെ പോലും സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന് ആരെങ്കിലും സംശയിക്കുകയാണെങ്കിൽ പറയാൻ സാധിക്കില്ല. ഇത് തുടക്കം തൊട്ട് തന്നെ എല്ലാവർക്കും ഉണ്ടല്ലോ ഈ സംശയങ്ങളൊക്കെ തന്നെ. കാരണം ഇത് അന്വേഷണം വഴിതെറ്റിക്കുന്നുണ്ടോ, എല്ലാവരെയും സ്വാധീനിക്കുന്നുണ്ടോ, പുറത്തിറങ്ങിയ പ്രതികൾ നിസ്സാര വ്യക്തികളല്ല തുടങ്ങിയ ഘടകങ്ങൾ പരിശോധിക്കുമ്പോൾ VS ശാസ്ത്രജ്ഞന്മാരെ സംബന്ധിച്ച് അടുത്ത കാലത്തായിട്ടൊക്കെ ചില സംശയങ്ങൾ ചില കോണുകളിൽ ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. നമ്മൾ എല്ലാവരും ഞാൻ തുറന്നു പറഞ്ഞില്ലെങ്കിൽ പോലും എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അതിന്റെ ആ സാഹചര്യത്തില് ഇത് യഥാർത്ഥത്തില് ഇതിനകത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് പൊതുസമൂഹം വിലയിരുത്തുന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി എന്തൊക്കെ പറഞ്ഞാലും അടച്ചിട്ട മുറിയിൽ ഏതൊക്കെ വാദങ്ങൾ നടന്നാലും ഈ കേസിനെ അട്ടിമറിക്കാനുള്ള ഒരു വളരെ വലിയ പദ്ധതി, ഒരു തിരക്കഥ പുറത്ത് തയ്യാറായിട്ടുണ്ട് എന്നും അതിന്റെ അടിസ്ഥാനത്തിലാണ് VSSയിലെ പരിശോധനാ ഫലവും ശാസ്ത്രജ്ഞന്മാരുടെ മൊഴികളും ഒക്കെ തമ്മിൽ പൊരുത്തക്കേട് ഉണ്ടായതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനിയും ബാർക്കിന്റെ പരിശോധനയുടെ ഫലം വരട്ടെ, അന്നേരം അവരുടെയും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ ഇത് എവിടോട്ട് പരിശോധിക്കാൻ പോകും? അതാണ് പ്രശ്നം. ഇത് ശാസ്ത്രീയമായ അന്വേഷണം നടത്താൻ SIT പോലുള്ള ഒരു അന്വേഷണ ഏജൻസിക്ക് സാധിക്കില്ല എന്നുള്ളത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി സമ്മതിക്കുകയും അതിന്റെ അടിസ്ഥാനത്തില്
വളരെ ശാസ്ത്രീയമായ അന്വേഷണം നടത്താൻ കഴിവും പ്രാപ്തിയുമുള്ള ഏജൻസികളെ ഈ കേസിന്റെ അന്വേഷണം ഏൽപ്പിക്കുകയും വേണം. ഇല്ലെങ്കിൽ ഇങ്ങനെ VSSയിൽ തിരുവനന്തപുരത്ത് നിന്ന് ബോംബെയിലേക്ക്, ബോംബെയിൽ നിന്ന് വേറെ എവിടോട്ടെങ്കിലും ഒക്കെ ഇങ്ങനെ ഷട്ടിൽ അടിക്കുന്ന രീതിയിൽ അന്വേഷണം നടത്തുന്നത് വളരെ ദുഃഖകരമാണ്. എല്ലാവരും പുറത്തേക്ക് വരിവരിയായി അഡ്വക്കേറ്റ് അനിൽ പിള്ളയിൽ ഇതിൽ സംസ്ഥാന സർക്കാരിന്റെ ഒരു രാഷ്ട്രീയ താല്പര്യം കൂടി SIT നടത്തിക്കൊടുക്കുന്നു എന്ന് വേണ്ടേ കരുതാൻ? കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാലമാണ് വരാൻ പോകുന്നത്. ഇങ്ങനെ ഈ അന്വേഷണം വലിച്ചു നീട്ടി കൊണ്ടുപോകുക, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഇതിൽ കുറ്റപത്രം കൊടുക്കാത്ത വിധത്തിൽ ഇങ്ങനെ ഈ കേസ് അനന്തമായി നീട്ടിക്കൊണ്ടുപോകാനുള്ള ഒരു നീക്കം ഉണ്ടാകുന്നില്ലേ? ഒപ്പം തന്നെയാണ് ഇപ്പോൾ കൊടിമരത്തിന്റെ പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന വിജിലൻസിന് അന്വേഷണം ചെന്നെത്തി നിൽക്കുന്നത്. അതും നമുക്കറിയാം, UDFന്റെ ഭരണസമിതിയാണ് അത് നടത്തിയത്. വലിയ ക്രമക്കേട് അക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ രാഷ്ട്രീയപരമായി ഈ കേസിനെ വഴിതിരിച്ചുവിടാൻ, ഒപ്പം രാഷ്ട്രീയമായ അനുകൂലമായ ചില കാലാവസ്ഥകൾ സൃഷ്ടിച്ചെടുക്കാൻ കൂടിയുള്ള നീക്കം നടക്കുന്നില്ലേ? അതെ, തീർച്ചയായിട്ടും. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം ഒരു കട്ടളപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടങ്ങി ഇപ്പൊ പുറകോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഈ ദേവസ്വം ബോർഡിന്റെ രൂപീകരണത്തിലെ ആദ്യത്തെ ദേവസ്വം ബോർഡ് ഒഴികെ നാളിതുവരെ ഉള്ളതെല്ലാം ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ ഇത്തരത്തിലുള്ള മോഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു മാലപ്പടക്കം പോലെയാണ്, പിറകോട്ട് കത്തിക്കൊണ്ടിരിക്കുന്നതിന് മാലപ്പടക്കം പോലെയാണ് ഇപ്പോൾ സംഭവങ്ങൾ നടക്കുന്നത്. ഇത് SIT പോലുള്ള ഇത്രയും ചെറിയൊരു സംവിധാനത്തിന് താഴോട്ട് അന്വേഷണം നടത്താനുള്ള കഴിവും പ്രാപ്തിയും ആൾബലവും ഒന്നുമില്ല. കേരളത്തിലെ മൊത്തം പോലീസോടെ വിചാരിച്ചാൽ പോലും ദേവസ്വം ബോർഡിലെ മൊത്തം അഴിമതികളും കൊള്ളകളും കണ്ടുപിടിക്കാൻ സാധിക്കില്ല. കൊടിമരം അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്തയുണ്ട്, ശബരിമലയിലെ കാണിക്ക് എണ്ണുമ്പോൾ തന്നെ അവിടെയുള്ള ഉദ്യോഗസ്ഥരൊക്കെ എത്ര രൂപയാണ് കടത്തിക്കൊണ്ടുപോയെന്ന വാർത്ത. ഇങ്ങനെ ഓരോന്ന് അന്വേഷിച്ച് പോകുമ്പോൾ ഓരോ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് പോവുകയാണെങ്കിൽ ഇത് SIT ഒരിടത്തും ഇതിന്റെ അന്വേഷണം അവസാനിപ്പിക്കില്ല. അതുപോലെ തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങളുണ്ട്. ഇത് കടകംപള്ളി സുരേന്ദ്രനിലേക്കും മറ്റും പോകരുതെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. അപ്രകാരം പോവുകയാണെങ്കിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇടതുപക്ഷത്തിന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് ഇതാകെ കലങ്ങി തെളിഞ്ഞ് ഒന്നും സംഭവിക്കില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇത് കലങ്ങി കിടക്കത്തേ ഉള്ളൂ, തെളിയത്തില്ല ഒരിക്കലും. അതിനുവേണ്ടിയുള്ള ആസൂത്രിതമായ ശ്രമങ്ങളുണ്ട്. അത് രാഷ്ട്രീയപരമായിട്ടും CPM ഒക്കെ തന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ നിരാശാജനകമായ ഒരു സാഹചര്യമാണ് ഈ കേസ് അന്വേഷണത്തിൽ ഉണ്ടായിരിക്കുന്നത്. വളരെയധികം നന്ദി അഡ്വക്കേറ്റ് അനിൽ വിളയിൽ. ഈ വീണ്ടും സാമ്പിൾ പരിശോധനയ്ക്ക് അയക്കാൻ വേണ്ടിയിട്ടുള്ള അനുമതിയൊക്കെ ഹൈക്കോടതി നൽകിയിരിക്കുകയാണ്. പക്ഷേ ഉയരുന്ന ആശങ്ക, ഈ സ്വർണ്ണക്കവർച്ച കേസ് ഇങ്ങനെ അനന്തമായി നീട്ടിക്കൊണ്ടുപോയി രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി SIT ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്നുള്ള സംശയമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്.